അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ച് നാട്ടുകാരെ മൊത്തം കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ ജബ്രി ടീം. ജാസ്മിനും ഗബ്രിയും കൂടി. അവർ പ്രേമമാണോ എന്ന് അവർക്കും അറിയില്ല. ഇനി അവർ പ്രേമിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുകയാണോ എന്നും അറിയില്ല. ഇനി അവരുടെ ട്രൂ ലവ് ആണോ എന്നും അറിയില്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അത് അവർക്കും അറിയില്ലാത്തതാണോ അതിന് അവർ നാട്ടുകാരെ മണ്ടന്മാരാക്കുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ലാലേട്ടൻ ഇപ്രാവശ്യം വന്നിട്ട് അതിന് നല്ലൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഗബ്രിയും ജാസ്മിനൊക്കെ വളരെ നല്ല കുട്ടികളായിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇവരന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ രാത്രി ഇരുന്ന് ഐ ലവ് യു ടു എന്നൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ ലാലേട്ടൻ അങ്ങ് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരോടും അഭിപ്രായങ്ങൾ ചോദിച്ചു. അപ്പം അതിനകത്ത് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ ഒരാളാണ് സിബിൻ. പിന്നെ ശ്രീരേഖ അഭിപ്രായം പറഞ്ഞു. പിന്നെ ശ്രീതു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നോക്കുമ്പം ഇവർ നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്ന പോലെയാണ് അവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്, പുറത്തിരിക്കുന്ന നമുക്കും ഫീൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ജാസ്മിൻ ഗബ്രീനെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ ഗബ്രി ജാസ്മിനെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുന്നു. ഒരു ലവ് ട്രാക്ക് ഉണ്ടെങ്കിൽ നാട്ടുകാർ ഇവരെ അതിനകത്ത് പിടിച്ചു നിർത്തും എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. കാരണം ലവ് ആണല്ലോ, നാട്ടുകാർക്ക് കാണാൻ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പിന്നെ ട്രൂ ലവ് ആണെങ്കിൽ ഇത്രത്തോളം ട്രൂ ആയിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളങ്ങനെ പുറത്താക്കും എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്താനാണോ എന്താണെങ്കിലും അവരുടെ ലവ് ട്രാക്കൊക്കെ ഏകദേശം ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിൽ. പക്ഷേ അവർ ട്രൂ ലവ് ആണെങ്കിൽ അവരതിനകത്തൊന്നും വീഴില്ല കേട്ടോ. അവർ ഇനിയും പ്രേമിക്കും. ഇനി അല്ലെങ്കിൽ അവർ ഇനിയും നാട്ടുകാരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവരുടെ കഥകളുമായി മുന്നേറും. അവർ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അവർ കെട്ടിപ്പിടിക്കുന്നതും അവർ ഉമ്മ വെക്കുന്നതും ഐ ലവ് യു എന്ന് പറയുന്നതും സ്നേഹമുണ്ട് എന്ന് പറയുന്നതും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കാണാത്ത ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് വരെ അത് കാണേണ്ടതായിട്ട് തോന്നുന്നു. അപ്പം ലാലേട്ടൻ ആങ്കർ ചെയ്യുന്ന സമയത്ത് അവിടെ സൈഡിലിരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. ഗബ്രിക്കിട്ടും ജാസ്മിനിട്ടും എന്ത് ഊക്ക് വന്നാലും അവരപ്പം കയ്യടിയാണ്. അപ്പം നമ്മളുടെ പ്രതിനിധികളായിട്ട് അവിടെ പോയിരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരങ്ങനെ ഞാൻ കൈയടിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് അവർ കൈയടിക്കുന്നത്. അതായത് ഗബ്രിക്കോ ജാസ്മിനോ ഒരു ഊക്ക് കിട്ടുന്ന സമയത്ത് അവർ വളരെ കൃത്യമായി കൈയടിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഊക്കുകൾ കിട്ടാനായിട്ട് അവരുടെ ജീവിതം ഇനിയും ബാക്കി കുറച്ചാളും കൂടി ബിഗ് ബോസിലൊക്കെ നിന്ന് പോട്ടെ, എന്നാലല്ലേ നമുക്ക് കാണാൻ രസമുള്ളൂ. അത് തന്നെയാണ് അവരുടെ ഐഡിയയും. അവരിങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ആൾക്കാർ അവർ വോട്ട് ചെയ്ത് നിർത്തും എന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്തായാലും ആ ചിന്തയായിട്ട് മുന്നോട്ട് പോകട്ടെ. എന്തായാലും സംഭവങ്ങൾ കൊള്ളാം, അടിപൊളിയാവട്ടെ.